നമ്മളിന്ന് നറുക്കെടുക്കാൻ പോവുകയാണ് വിജയികളെ. ഇന്നലെ ഇട്ട് വരുന്ന പോസ്റ്റിലായിരുന്നോ നമ്മുടെ ഒരു മത്സര പോസ്റ്റ്. അതായത് എൻ്റെ 30/9/2025 ഞാനിട്ട കഥയിൽ നിന്നും 2 ചോദ്യങ്ങൾ ഇട്ടിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി ശരിയായ ഉത്തരം തരുന്ന 2 ആളെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ പറയുമെന്നാണ് പറഞ്ഞ് സാധിച്ചില്ല, ഇച്ചിരി താമസിച്ചു പോയി. എന്തായാലും എനിക്ക് നമ്മൾ 13 ഇത് കണ്ടോ, 13 പേരുടെ നറുക്ക് 13 പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 13 പേരുടെ പേരുകൾ നമ്പറുകൾ ഇതിലുണ്ട്, പേര് ഇവിടെയുണ്ട് കേട്ടോ. പേര് ഞാൻ വായിക്കാം. ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുന്ന പേരുകൾ ഞാൻ വായിക്കാം. അബ്ദുൽ അസീസ് CP, ആമി, രമേശൻ VV രമേശൻ, പുഷ്പാങ്കദ് കേച്ചേരി, ആൽബിൻ മാത്യു, റജീന ഹക്കീം, സഫിയ K, അഷ്റഫ് വൈൻകീരി, അഷ്റഫ് ഉറുമി, സൈനബ, ബോബി മുടപ്പല്ലൂർ ചാമി, തെക്കേക്കര രമേശ്, അഷ്റഫ് ഹമീസ. ഈ 13 പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്തായിരുന്നു എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് എൻ്റെ ആ കഥയിലെ സർപ്പക്കാവിൽ എത്ര നാഗപ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു ചോദ്യം. 5 നാഗപ്രതിഷ്ഠകളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, മുത്തപ്പായുടെ ഇളയ സഹോദരി ഊഞ്ഞാലിൽ നിന്ന് വീണ നാളേതാ എന്നായിരുന്നു. ഉത്രാടം നാളിലായിരുന്നു വീണത്. അപ്പോൾ നമുക്ക് ആ 2 വിജയികൾ ആരാണെന്ന് നോക്കാം. രണ്ട് ആമിയാണ് കേട്ടോ. 2 ആമി. ഇനി ഒരാളും കൂടി എടുക്കട്ടെ. 9 അഷ്റഫ് ഉറുമി. അപ്പോൾ ഈ 2 പേരുടെയും നമ്മൾ എത്രയായിരുന്നു സമ്മാനത്തുക പറഞ്ഞിരുന്നത്? 5000 ആയിരുന്നോ 50,000 ആയിരുന്നോ? പഴയ പോസ്റ്റ് പോയി നോക്കട്ടോ, എത്രയായിരുന്നു എന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിക്കോ. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുക എത്രയായിരുന്നു എന്ന്. അപ്പോൾ ഈ 2 വിജയികളും ആമിയും അഷ്റഫ് ഉറുമിയും എൻ്റെ IB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബോക്സിൽ ഗൂഗിൾ പേ നമ്പർ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇത് എന്തിനായിരുന്നു? അതായത് എനിക്കൊരു വലിയ ലോൺ ഉണ്ടായിരുന്നു, ഭീമാകാരമായൊരു ലോണ്. അതങ്ങ് അടച്ചു തീർത്തപ്പോൾ നമുക്കൊരു കംഫർട്ട്, ഒരു ഭയങ്കര റിലീഫായി. ഞാൻ ആ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഈ സമ്മാനം ഓഫർ ചെയ്തത്. പിന്നെ അതുകൂടാതെ മറ്റൊന്നുകൂടിയുണ്ട്. എൻ്റെ എഴുത്തുകളിലെ സൂക്ഷ്മതലത്തിൽ ആരാണ് വായിക്കുന്നതെന്ന് അറിയാനും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ പങ്കെടുത്ത എല്ലാവരോടും നന്ദി, സന്തോഷം. വിജയികളോട് കൺഗ്രാസ് അറിയിക്കുന്നു. താങ്ക് യു.